ചെയ്തത്. ആ തിരുത്തിയ ഒരു ചെറിയ ഉദ്ധരണി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹാനായ സ്വഹാബിയാണ്. ഈ സ്വഹാബി വര്യനുമായി ബന്ധപ്പെട്ട അനേകം റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകളിൽ നിന്ന് ത്വൽഖ് ഇബ്നു ഹബീബ് എന്നവരെ തൊട്ട് ഉദ്ധരിക്കുന്ന താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനായ ത്വൽഖ് ഇബ്നു ഹബീബ് എന്നവരെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഞാൻ മുമ്പിൽ വെക്കുന്നത്. ഇദ്ദേഹത്തെ തൊട്ട് മാത്രമല്ല അനേകം സ്വഹാബിമാരെ കുറിച്ചും താബിഈങ്ങളെ കുറിച്ചും ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലയുമായി ബന്ധപ്പെട്ട് ത്വൽഖ് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു മിൻ അശദ്ദിന്നാസി തക്ദീബൻ ബിശഫാഅ. ഞാൻ ഈ ഷഫാഅത്ത് കൊണ്ട് വല്ലാതെ നിഷേധിക്കുന്ന ആളായിരുന്നു. എനിക്കത് സമ്മതിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഷഫാഅത്ത് എന്താ? ഷഫാഅത്ത് ഒരു കൂട്ടം ആളുകൾ നിഷേധിച്ച ഷഫാഅത്ത്, അതായത് നരകത്തിൽ കടന്ന തമ്മാടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാരും ഔലിയാക്കളും ഷഫാഅത്ത് നടത്തുമെന്നത്. ഇതിവിടെ വഹാബി നിഷേധിക്കുന്നതല്ലോ. ഞാനിവിടെ സംസാരിക്കുന്നത് വഹാബി നിഷേധിക്കുന്നതിൻ്റെ ഭാഷയിലും അല്ല, നിഷേധിച്ച കൂട്ടരുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറയണേ. നിഷേധിച്ച ഈ ഷഫാഅത്ത് നമ്മുടെ വഹാബികൾ നിഷേധിക്കുന്നില്ല വാക്കുകൊണ്ടെങ്കിലും ഇപ്പൊ ത്വൽഖ് ഇബ്നു ഹബീബ് എന്നവർ പറയുന്നു, ഞാനത് നിഷേധിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്നു. ഹത്താ ലഖീതു ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ, ജാബിർ റളിയല്ലാഹു അൻഹുമായി ഞാൻ സന്ധിക്കുന്നത് വരെ. ജാബിർ എന്നവരെ കണ്ടപ്പോൾ ഫഖറഅതു അലൈഹി കുല്ല ആയത്തിൻ അഖ്ദറു അലൈഹാ യദ്കുറുല്ലാഹ ഫഹാ ഖുലൂദ അഹ്ലിന്നാർ. നരകക്കാർ നരകത്തിൽ ശാശ്വതരാണെന്ന് പറയുന്ന മുഴുവൻ ആയത്തുകളും എനിക്ക് കഴിയാവുന്നത് മുഴുവൻ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓതിക്കൊടുത്തു. ഫഖാല, എന്നിട്ട് അദ്ദേഹം എല്ലാം കേട്ട ശേഷം പറഞ്ഞു, യാ ത്വൽഖു, ത്വൽഖെ. സാവകാശത്തിൽ അദ്ദേഹം ചോദിക്കാം. യസീദുൽ ഖുറശിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ആയത്തോതുമ്പോൾ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, ജാബിറിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, റസൂലുള്ളാഹിൻ്റെ സ്വഹാബിയല്ലേ എന്ന്. അദ്ദേഹം വക്കാന അഹ്ലമഹും, അദ്ദേഹം വലിയ ഇൽമുള്ള ആളായിരുന്നു, സഹിഷ്ണുതയുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ വിട്ടേക്കൂന്നും പറഞ്ഞ് എനിക്ക് ചോദിക്കാൻ അവസരം തന്നു എന്ന് യസീദുൽ ഖുറശി. ത്വൽഖ് ഇബ്നു ഹബീബിൻ്റെ റിപ്പോർട്ടിലും ഇതാ പറയുന്നത്, ഞാൻ അങ്ങോട്ട് ഓതി എല്ലാ ആയത്തുകളും. അപ്പോൾ നല്ല സഹിഷ്ണുവായ ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുള്ള പറഞ്ഞു, യാ ത്വൽഖ്, ത്വൽഖ് അതുറാഹു അഖറഅ ലി കിതാബില്ലാഹി വ അഅലമ ബി സുന്നത്തി റസൂലില്ലാഹി മിന്നി. എന്നെക്കാൾ ഖുർആൻ തിരിയുന്ന ആളും എന്നെക്കാൾ സുന്നത്ത് തിരിയുന്ന ആളും നീയാണെന്ന് നീ വിചാരിച്ചോ ത്വൽഖെ? ജാബിറിൻ്റെ ചോദ്യം നോക്കി. ഇന്ന് വഹാബികൾ കണ്ടു കാണപ്പെട്ട ആയത്തുകൾ മുഴുവൻ ഓതുമ്പോൾ നമുക്ക് ചോദിക്കാൻ തോന്നുന്ന രീതിയാണിത്. നബി ഇമാമിനേക്കാൾ കൂടുതൽ ആയത്ത് കണ്ട, ഇമാം റാസിയേക്കാൾ കൂടുതൽ ആയത്ത് കണ്ട, തഫ്സീറിൻ്റെ കിതാബ് രചിച്ചിട്ടുള്ള മുഴുവൻ മുഫസ്സിറുകളെക്കാളും ആയത്ത് കണ്ടവർ ഇന്നത്തെ ഈ 3/4 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള വഹാബികളാണോ? വഹാബികൾ കണ്ട ഈ ആയത്തൊന്നും നമ്മുടെ ഇമാമിയങ്ങളും മുഫസ്സിറുകളും മുഹദ്ദിസുകളും കണ്ടില്ലേ? ഈ രീതിയിലാണ് ജാബിർ ഇബ്നു അബ്ദുള്ള തങ്ങൾ ചോദിക്കുന്നത്, യാ ത്വൽഖു, ത്വൽഖെ അതുറാക, നിന്നെപ്പറ്റി നീ വിചാരിക്കുന്നു, അഖ്റഅ ലി കിതാബില്ലാഹി വ അഅലമ ബി സുന്നത്തി റസൂലില്ലാഹി മിന്നി, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തും പടച്ചോൻ്റെ ഖുർആനും എന്നെക്കാൾ അറിയുന്നത് നിനക്കാണെന്ന്. ഇന്നല്ലദീന ഖറഅത, നീ ഓതിയ ആയത്തിലുള്ളവരെല്ലാം ഹും അഹ്ലുഹാ, അത് നരകക്കാർ എന്ന് വിവരിക്കപ്പെടുന്നവരാണ്. ഹുമുൽ മുശ്രികൂൻ, നരകക്കാർ എന്ന് പറയാൻ പറ്റിയവരും അഹ്ലുന്നാർ എന്ന് പറയാൻ പറ്റിയവരും ബഹുദൈവ വിശ്വാസികളും കാഫിറുകളും മാത്രമാകുന്നു. വലാകിൻ ഹൗലായി, ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടും എന്ന് ഞങ്ങൾ പറയുന്നവർ ഖൗമുൻ അസാബൂ ദുനൂബാ, അവർ മുവഹിദുകളാണ്, മുസ്ലിമീങ്ങളാണ്, പക്ഷേ തെറ്റുകൾ ധാരാളം ചെയ്തു. ഫഉദിബൂ, ശിക്ഷിക്കാൻ അല്ലാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ട് അല്ലാഹു ശിക്ഷിച്ചു. സുമ്മ ഉഖ്രിജൂ മിൻഹാ, എന്നിട്ട് ശഫാഅത്ത് കൊണ്ട് അവരെ പുറപ്പെടുവിക്കപ്പെടും. അങ്ങനെയുള്ളവർക്കാണ് നാം ശഫാഅത്ത് പറയുന്നത് എന്ന് വിവരിച്ചു കൊടുത്തിട്ട് നീ ഓതിയ ആയത്തുകളൊന്നും ഞമ്മക്ക് ബാധകമല്ല. മുസ്ലിമീങ്ങളും മൂമിനീങ്ങളും മുവഹിദുകളുമായ ആളുകൾ ശഫാഅത്ത് മൂലം സ്വർഗത്തിൽ കടക്കും, നരകത്തിൽ നിന്ന് പുറപ്പെടുമെന്നാണ് അഹ്ലുസുന്നത്തും ഇമാമുകളും പറയുന്നത് എന്ന് വിവരിച്ചു കൊടുത്തിട്ട് ഓതിയ ആയത്തെല്ലാം കാഫിറുകളെ കുറിച്ചാണെന്ന് വ്യക്തമാക്കിയിട്ട് സുമ്മ അഹ്വാ ബിയദൈഹി ഇലാ ഉദ്നൈഹി, ജാബിർ റളിയല്ലാഹു അൻഹു തൻ്റെ 2 കൈയും തൻ്റെ കാതിലേക്ക് ഇങ്ങ് തിരുകി. ഫഖാൽ, എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, സുമ്മതാ ഇല്ലം അകുൻ സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. 2 കൈയും കാതിലിട്ടിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുമ്മതാ, എൻ്റെ ഈ 2 കാതും പൊട്ടട്ടെ. ഇല്ലം അകുൻ സമീഅതു റസൂലല്ലാഹി യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ എൻ്റെ കാതുകൾ പൊട്ടട്ടെ. യഖ്റുജൂന മിനൻ നാരി ബഅദമാ ദഖലൂ,
തെറ്റുകാരും കുറ്റക്കാരും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടി നരകത്തിൽ കടന്ന ശേഷം ശുപാർശ മൂലം അവർ നരകത്തിൽ നിന്ന് പുറത്തു കടന്ന് സ്വർഗത്തിൽ കടക്കും എന്ന് നബി പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ എൻ്റെ കാത് പൊട്ടട്ടെ. ഇത്ര ഉറപ്പിൽ പറഞ്ഞപ്പോ നീ ഓതിയതുപോലെ ഖുർആനൊക്കെ ഞങ്ങൾ ഓതിയലാണ് തോൽക്കേ. ഞങ്ങൾ ഓതിയ ആയത്തിൽ ഞങ്ങളിത് മനസ്സിലാക്കിയിട്ടില്ല, നീ ഓതിയ ആയത്തിൽ കാണുന്ന വിദണ്ഡവാദം ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് കാത് രണ്ടും പൊട്ടട്ടെ എന്ന് ശക്തിയോടെ സത്യം ചെയ്ത് ആണയിട്ട് ജാബിർ പറഞ്ഞപ്പോൾ എൻ്റെ ആ സംശയങ്ങൾ പമ്പ കടന്നുവെന്നും എനിക്ക് ശഫാഅത്തിന്റെ നിഷേധം പോയി എന്നും ബഹുമാനപ്പെട്ട തുൽഖ് ബിൻ ഹബീബ് യസീദുൽ ഖുറശി ഇങ്ങനെ അനേകം റിപ്പോർട്ട് ഇതിലുണ്ട്. ഞാൻ ഒന്ന് സാമ്പിളിന് വേണ്ടി മാത്രം വായിച്ചതാണ്. എന്താണ് ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? മഹാനായ ഇമാം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹാബികളുടെ കാലത്ത് തന്നെ താബിഈകളിൽപ്പെട്ട ആളുകൾക്ക് പോലും ശഫാഅത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ട്. ആയത്ത് വെച്ചിട്ട് ആ ശഫാഅത്ത് അവർ സംശയിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ മുഅ്തസിലത്ത് എന്ന കക്ഷിയും ശഫാഅത്തിൽ സംശയിച്ചിരുന്നു. വഹാബിയത്ത് എന്ന കക്ഷി ശഫാഅത്തിൽ നേരിട്ട് സംശയിക്കുന്നില്ല. പക്ഷെ സംശയിക്കുന്നില്ലെങ്കിലും അത്തരം ഒരു ശഫാഅത്തൊന്നും ഇല്ല എന്ന മട്ടിൽ കാഫിരീങ്ങൾക്ക് ശഫാഅത്തില്ല എന്ന ആയത്ത് മുസ്ലിമീങ്ങൾക്കെതിരെ അവർ ഓതുന്നുണ്ട്. എത്രയും ഓതുന്നുണ്ട്. നരകത്തിൽ കടന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറയാൻ ഓതുന്നുണ്ട്. അള്ളാന്റെ റസൂൽ പ്രബോധന ദൗത്യവുമായി വന്ന സമയത്ത് റസൂൽ നബി തങ്ങൾ ഒന്നാമത് തന്നെ ഇറങ്ങിയ പ്രബോധനത്തിന്റെ ആയത്തിന്റെ വേളയിൽ ഖുറൈശികളെ, ബനു ഹാശിമേ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ, ഞാൻ നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യൂല, നിങ്ങൾക്ക് ശഫാഅത്തുടമയാക്കൂല. ഫാത്തിമ അങ്കിദി നഫ്സകി മിനന്നാർ, നിന്റെ കാര്യം നീ തന്നെ നോക്കിക്കോ, നരകത്തിന് നിന്റെ ശരീരത്തെ കാത്തോ, ഞാൻ നിനക്കൊരു ശഫാഅത്തും ചെയ്യൂല എന്ന ഹദീസ് ശഫാഅത്തിന്റെ ഹദീസുകളും ആയത്തുകളും ഇറങ്ങുന്നതിന്റെ മുമ്പ് വന്ന ആയത്താണ്, വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചിട്ട് ഇപ്പോഴും ശഫാഅത്തിനെതിരെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശഫാഅത്ത് അംഗീകരിക്കുന്നു, ശഫാഅത്ത് ആഖിറത്തിൽ അംഗീകരിക്കുന്നു. ആഖിറത്തിൽ അംഗീകരിക്കുന്നുവെന്ന് മാത്രമല്ല, മഹ്ശറിൽ അംഗീകരിക്കുന്നു, വിചാരണയുടെ വേളയിൽ അംഗീകരിക്കുന്നു, ആഖിറത്തിൽ വിചാരണക്ക് മുമ്പും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ വിചാരണയുടെ നാളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെയും മുഴുവൻ നബിമാരെയും തേടിയിട്ട് അവരിൽ പ്രധാനപ്പെട്ട ആദം, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിമുസ്സലാത്തു വസ്സലാം എന്ന ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരിലേക്ക് ശഫാഅത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമെന്ന് ഹദീസിലുള്ളത്. ഈ നെട്ടോട്ടം ഓടുന്നതായ ഹദീസിനെ പറ്റി പറയുന്നിടത്ത് ഹദീസിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ്? ഇമാം അഹ്മദിന്റെ ഹദീസിലുള്ളത്, ലവിസ്തശ്ഫഅനാ ഇലാ റബ്ബിനാ, നമ്മൾ ഇസ്തിശ്ഫാ നടത്തപ്പോ രക്ഷക്കതേ ഉള്ളൂ, പടച്ചോന്റെ അടുത്തേക്ക് ശുപാർശക്കാരെ കിട്ടുമോ നോക്കുക. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിലുള്ളത് എന്താ? ഇസ്തഗാസൂ ബി ആദം, ആദം നബിയോട് ഇസ്തിഗാസ നടത്തും. അപ്പൊ ഇസ്തിഗാസയും സഹായം തേടുന്നതും ശുപാർശ തേടുന്നതും ഒന്നിച്ചാണ് ഹദീസിന്റെ റിപ്പോർട്ട്. ഇസ്തിശ്ഫഅനാ ഇസ്തഗാസൗ എന്ന് പറയുന്നത് ആഖിറത്തിൽ ഇസ്തിശ്ഫാ നടത്തുന്ന കർമ്മത്തെക്കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ പുത്തൻവാദികൾക്ക് തോന്നും ഇതിലൊന്നും നമുക്ക് നിഷേധമല്ലാന്ന്. പുത്തൻവാദികളുടെ പ്രസംഗം കേട്ട് ധാരാളം പഠിച്ചു വെച്ചവർക്കും തോന്നും ഇതിലൊന്നും നിഷേധമല്ലാന്ന്. നിഷേധിക്കുന്നുണ്ടെന്ന് ഞാൻ ആരോപിക്കുന്നുമില്ല. ഇല്ലാത്തത് ആരോപിക്കാൻ നമ്മുടെ പ്രസംഗത്തിൽ ഒരു ചാൻസുമില്ല. ഇസ്തവാസൂബി ആദമായെന്നും ലവിസ്തശ്ഫഅനാ ഇലാ റബ്ബിനാ എന്നും ആഖിറത്തിലെ മഹ്ശറിൽ ഞെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്പിയാക്കന്മാരെ കണ്ടുകൊണ്ട് രക്ഷ തേടാൻ വേണ്ടിയിട്ട് രക്ഷയുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നതിനെ കുറിച്ച് ഹദീസിലുള്ളത്, ബുഖാരിയിലും മുസ്ലിമിലുള്ളത് ഇസ്തിശ്ഫാ ആണ്, ഇസ്തിഗാസയാണ്. ആഖിറത്തിൽ നടക്കുന്ന ആ ഇസ്തിഗാസയിൽ തർക്കമില്ല. അത് വഹാബികളും ബുദ്ധിമുട്ടുമ്പോൾ അംഗീകരിക്കുന്നു. മുഅ്തസിലത്ത് എന്ന കൂട്ടർ മാത്രം ചിലതിൽ എതിർക്കുന്നു. ശഫാഅത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ ഇസ്തിഗാസയിലും ഇസ്തിശ്ഫായിലും മുഅ്തസിലത്തിനും എതിർപ്പില്ല. പക്ഷെ ഇന്നത്തെ വർത്തമാനകാലത്ത് മുബ്തദികളിലേക്ക് വരാൻ നമുക്ക്, അവർക്ക് നേരിട്ട് നിഷേധമില്ലെങ്കിലും അവർ ഈ ഇസ്തിശ്ഫാ മഹ്ശറിൽ നടക്കുന്നതിന് നിഷേധിക്കുന്നില്ലെങ്കിലും ഒരു പോയിന്റിൽ മാത്രം നിഷേധിക്കുന്നു. ജീവിതകാലത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിശ്ഫാ നടത്തിയ സ്വഹാബാക്കൾ ആ ഇസ്തിശ്ഫാ നടത്തുന്നത് ഏതെല്ലാം രൂപത്തിലുണ്ട്? അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം നേരിട്ട് നബി തങ്ങളോട് ചോദിക്കുന്ന രീതി നമ്മൾ ഇന്ന് നടത്തുന്ന രീതിയിൽ തന്നെയുണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ. പടച്ചോനെ എന്നെ സ്വർഗത്തിൽ കടത്തണേ, നബി തങ്ങളുടെ ശഫാഅത്ത് എനിക്ക് തരണേ, ഇത് നമ്മൾ ചോദിക്കുന്നത് ആരോടാണ്? അള്ളാഹുവിനോട്. ബാങ്കിന്റെ ദുആയിൽ വാരിദായ ലഫ്ള് അല്ലെങ്കിലും വർസുഖനാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന് തുടങ്ങിയിട്ടുള്ള ദുആ അവസാനിപ്പിക്കുന്നത് നമ്മൾ എങ്ങനെയാണ്?
വറുസുഖനാ ശഫാഅതഹു യൗമൽ ഖിയാമ, പടച്ചോനെ ഈ നബിയുടെ ശഫാഅത്ത് നീ ഞങ്ങൾക്ക് നൽകണേ.